എല്ലാ കൂട്ടുകാർക്കും സ്കോറലീവ് മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, അതിപ്പോൾ RRB ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇതിനൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തും. കാരണം നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കും ഒരു ധാരണ വേണം. സോ പ്രിയാമ്പിൾ അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്ത് നിന്ന് ഇതിന് മുന്നേ RRBക്കോ SSCക്കോ മറ്റേതെങ്കിലുമൊക്കെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. അതിനുശേഷം നമ്മൾ ആമുഖത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ പരിചയപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ആമുഖത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. An introductory statement in a constitution that states the reasons and guiding values of the constitution is called. അപ്പോൾ ഒരു നിർവചനം തന്നിട്ടുണ്ട്. ആ നിർവചനം താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എന്തിനെ പറ്റിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, ഭരണഘടനയ്ക്കകത്തുള്ളതാണ്. ദാറ്റ് സ്റ്റേറ്റ്സ് ദ റീസൺസ് ആൻഡ് ഗൈഡിങ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്കകത്തുള്ള മൂല്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഈ ഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം. കേശവാനന്ദ ഭാരതി കേസ് in 1973 stemmed the question that the preamble can be. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. 1973 കേസ് വന്നിരുന്നത്. ആ കേസിനകത്ത് ആമുഖത്തെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആമുഖം അല്ലെങ്കിൽ ആ കേസിന്റെ വിധി പ്രകാരം ആമുഖത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, സെക്ഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റുമോ, ആമുഖത്തെ ഭേദഗതി വരുത്താൻ പറ്റുമോ, ആമുഖത്തെ ഭേദഗതി വരുത്താൻ പറ്റില്ലേ? 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി ഡാഷ് ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. വെൻ were the words socialist, secular, and democratic republic added in the Indian constitution? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി, ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിനകത്തൊരു കുഴപ്പം നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, which of the following is a right of an Indian citizen due to India's acceptance of secularism? മതേതരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന അവകാശം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, in the preamble of Indian constitution the term socialism derives its inspiration from which of the following? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് എവിടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്? ഏത് വിപ്ലവത്തിൽ നിന്ന്? ഫ്രഞ്ചാണോ, ജർമ്മനാണോ, അമേരിക്കനാണോ, റഷ്യനാണോ? ഇനി in which part of the Indian constitution the thought of makers of constitution is reflected? ഭരണഘടനാ ശില്പികളുടെ വിചാരധാരകൾ അടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക കടമകളാണോ, പൗരത്വമാണോ, ആമുഖമാണോ, മൗലിക അവകാശങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പറ്റി ശരിയായിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് അടുത്തൊരു ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ മീനിങ് ഓഫ് ദ വേർഡ് റിപ്പബ്ലിക് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. താഴെ 4 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിനെ അല്ലെങ്കിൽ ആ വാക്കിന്റെ നിർവചനങ്ങളിൽ പെടാത്തത്, അല്ലെങ്കിൽ ആ വാക്കുമായിട്ട് ബന്ധമില്ലാത്തത്? താഴെ തന്നിരിക്കുന്ന 4 സെന്റൻസുകളിൽ ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത സമയത്ത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഈ കാണുന്ന രൂപത്തിലാണ്. ഈ ആമുഖത്തിൽ കാണുന്ന എല്ലാം ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേരാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്, രാം മനോഹർ സിൻഹ. ഇതൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവരെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. രാം മനോഹർ സിൻഹ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്ന ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് സെന്റൻസുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതാണോ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? അല്ല. ഈ ആമുഖത്തെ ഒരു വട്ടം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പാർലമെന്റ് ഭേദഗതി ബില്ലൊക്കെ പാസ്സാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആമുഖത്തെ മൊത്തത്തിലൊന്ന് ഭേദഗതി വരുത്തി ഈ കാണുന്ന രൂപത്തിലാക്കി മാറ്റി. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള മാറ്റം എന്താ? ഈ ഒറിജിനൽ ആമുഖം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സോവറിൻ
ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് തുടങ്ങിയ വാക്കുകൾ കാണാൻ പറ്റും. സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇവിടെ നോക്കുക, ഇപ്പോഴത്തെ ആമുഖം നോക്കിക്കഴിഞ്ഞാൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കും സെക്യുലർ എന്ന് പറയുന്ന വാക്കും പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി ജസ്റ്റിസ് കാണാം, ലിബർട്ടി കാണാം, ഈക്വാലിറ്റി കാണാം, ഫ്രറ്റേണിറ്റി കാണാം. ഈ ഫ്രറ്റേണിറ്റിക്ക് അകത്ത് അതിന്റെ ഡെഫിനേഷൻ നോക്കുക. ഫ്രറ്റേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ഓഫ് നേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂണിറ്റി എന്നുള്ളത് മാറ്റി എന്താക്കി? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നാക്കി മാറ്റി. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് CAA 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന ഈ വാക്കും യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് ഒറിജിനൽ ഉണ്ടായിരുന്ന ആമുഖത്തെ ഈ കാണുന്ന രീതിയിലുള്ള കണ്ടന്റ് ആക്കി മാറ്റി. ഡിസൈനൊക്കെ ഇത് തന്നെ. ഇത് ഞാൻ വേറൊരു ഇമേജ് കാണിച്ചിരിക്കുന്നുള്ളൂ. ഞാൻ ഉള്ളടക്കത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ഡിസൈൻ ആരാണ് ചെയ്തിരിക്കുന്നത്? രാം മനോഹർ സിൻഹയാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഇതതിൻ്റെ മലയാളം പകർപ്പാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സമാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26-ാം തീയതി ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആമുഖത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ കാര്യത്തിന്റെ ഉള്ളടക്കം ഇതാണ്. ഈ ഉള്ളടക്കത്തിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കിനി നോക്കിക്കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ആമുഖം. നമ്മൾ ഇത്രയും നേരം പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാണുന്ന ഭാഗത്തെ പറ്റിയിട്ടാണ്. എന്താണ് ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു പുസ്തകത്തിനും ഈ പറഞ്ഞ പോലെ എന്ത് കാണും? ഒരു ആമുഖം കാണും. അതിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന SCRT NCERT പാഠപുസ്തകം എടുക്കുകയാണെങ്കിലും അതിനകത്തും ഒരു പ്രിഫേസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് കാണും? ഈ പറയുന്ന ആമുഖം എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. അപ്പൊ എന്താണ് ആമുഖം? ആമുഖം എന്ന് പറഞ്ഞാൽ അത് ഏത് പുസ്തകത്തിന്റെ മണ്ടയിലാണോ ഇരിക്കുന്നത് ആ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അതിന്റെ ഒരു രത്ന ചുരുക്കം ആമുഖത്തിനകത്ത് എഴുതി കാണും. അപ്പൊ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്, ഇത് ഇന്ന ക്ലാസ്സിലെ പുസ്തകമാണ്, ഇത് ഇന്ന രീതിയിൽ പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ പോളിസി ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ഒരു കുറിപ്പ് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം. ഏതെങ്കിലും നോവലോ ചെറുകഥയോ വായിക്കുകയാണെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെയുള്ള ആമുഖങ്ങൾ കാണാം. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തും ഇത്തരത്തിലൊരു ആമുഖം ഉണ്ട്. ഈ ആമുഖത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ആമുഖം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്യാം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഈ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉണ്ടല്ലോ, ഇത് തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ഡിസംബർ 13, 1946 ശ്രീ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ചൊരു പ്രമേയമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. എന്താ വിളിക്കുക? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഡിസംബർ 13, 1946 ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഒരു പ്രമേയമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 7-8 പോയിന്റുകളുണ്ട്. ആ കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? ആ കാര്യങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ആമുഖം നമുക്ക് നിലവിൽ വന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഡിസംബർ 13 അദ്ദേഹം ഈ പ്രമേയം സമർപ്പിക്കുന്നത്. ജനുവരി 22, 1947 ആണ് ഈ പ്രമേയത്തെ ഭരണഘടനാ അസംബ്ലി എന്ത് ചെയ്തു? വോട്ടിനിട്ട് പാസ്സാക്കി മാറ്റുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഏകദേശം 17 ഒക്ടോബർ 1949 ഭരണഘടനാ അസംബ്ലി ഈ പറയുന്ന ആമുഖത്തെ പറ്റി ഡിബേറ്റ് ചെയ്യുകയും അതിനുശേഷം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ആമുഖം നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അമേരിക്കയിൽ നിന്നാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയത്തെ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് അതിന്റെ ഉള്ളടക്കം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിക്ക് മുൻപാകെ വെച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിന്റെ പേരെന്താണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതിനകത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഉള്ളടക്കം കടമെടുത്തിരിക്കുന്നത്.
രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഈ ഉള്ളടക്കം എന്നാണ് അല്ലെങ്കിൽ ഈ പ്രമേയം എന്നാണ് ഭരണഘടനാ അസംബ്ലി പാസ്സാക്കിയത്? ജനുവരി 22, 1947. ഓക്കെ. ഒക്ടോബർ 17, 1949 ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയിട്ടുള്ള ഡിബേറ്റുകൾ നടക്കുന്നത്. അപ്പൊ ആ ഡിബേറ്റിനകത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ ഓരോ വിഷയവും തർക്കത്തിന് ഈ പറഞ്ഞ പോലെ ഡിബേറ്റിന് വെക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഈ അസംബ്ലിക്കകത്തുള്ള ആൾക്കാരോട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറയും. അപ്പൊ അതിൽ ഒരുപാട് പേര് പറഞ്ഞു ദൈവനാമം, ദൈവത്തിന്റെ പേര് ആമുഖത്തിനകത്ത് വെക്കണം എന്ന് പറഞ്ഞു. കുറെ ആളുകൾ ഗാന്ധിയുടെ പേര് വെക്കാത്തതിൽ പരിഭവം അറിയിച്ചു. പക്ഷെ ഇന്ന് കാണുന്ന രീതിയിൽ, ഇന്ന് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ട ആ രീതിയിലുള്ള ഒരു ആമുഖമാണ് എല്ലാവരും അംഗീകരിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും അംഗീകരിച്ചുകൊണ്ട് വോട്ടിനിട്ട് പാസ്സാക്കി എടുക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദ ഡിബേറ്റ്സ് അറൌണ്ട് ദ പ്രിയാമ്പിൾ റിവോൾവ്ഡ് അറൌണ്ട് ദ നെയിം ഓഫ് ഇന്ത്യ ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ഗോഡ് ആൻഡ് ഗാന്ധി. ഗാന്ധിയുടെയും ദൈവത്തിന്റെയും പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി while describing the meaning of the preamble of Indian Constitution, an eminent jurist N.A. Palkhiwala, ആരാണ് പൽക്കിവാല? ഈ കാണുന്ന വ്യക്തിയാണ് N.A. പൽക്കിവാല എന്ന് പറയുന്നത്. N.A. പൽക്കിവാല പ്രിയാമ്പിളിനെ വിളിച്ച പേരെന്താണ്? ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നാണ് പറഞ്ഞത്. എന്തിനാ? ആമുഖത്തെ. ആരാണ് N.A. പൽക്കിവാല? N.A. പൽക്കിവാല വളരെ പ്രസിദ്ധമായ പ്രഗത്ഭമായ ഒട്ടനവധി കേസുകൾക്ക് സർക്കാരിനെതിരെയും സർക്കാരിന് അനുകൂലമായിട്ടൊക്കെ വാദിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഫോർ എക്സാമ്പിൾ കേശവാനന്ദ ഭാരതി കേസ് നമ്മൾ നേരത്തെ ചോദ്യം കണ്ടതാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിനെ പറ്റിയിട്ട് ഒരു ചോദ്യം നേരത്തെ കണ്ടതാണ്. ഈ കേശവാനന്ദ ഭാരതി കേസിലെ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന N.A. പൽക്കിവാല. പൽക്കിവാല സർക്കാരിനെതിരെയാണ് അവിടെ വാദിച്ചത്. ആ പൽക്കിവാല സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നാണ് പറഞ്ഞത്. മറ്റൊരു വ്യക്തിയാണ് KM മുൻഷി. KM മുൻഷിനെ പറ്റി നിങ്ങൾ കേട്ട് കാണിരിക്കും. KM മുൻഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ കാർഷിക മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഗവർണറായിരുന്നു, UP-യിലെ ഗവർണറായിരുന്നു KM മുൻഷി. ആ KM മുൻഷി ഈ പറഞ്ഞ പ്രിയാമ്പിളിനെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയോ? പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഭരണഘടനയുടെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, അതായത് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് KM മുൻഷി പറഞ്ഞിരിക്കുന്നത്. KM മുൻഷിയുടെ ഈ വാക്കുകളെ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? KM മുൻഷിയുടെ ഈ വാക്കുകളെ കടമെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. KM മുൻഷി പറഞ്ഞത് എന്താണ്? ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം. അപ്പൊ ഒരു ജാതകം അല്ലെ, ഒരു ജാതകം എന്ന് പറഞ്ഞാൽ ഇതാണ് KM മുൻഷി. KM മുൻഷി ഒരു ജാതകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക? എന്താണ്? ഒരു സ്രോതസ് അല്ലെ, ജാതകം ഉള്ള വ്യക്തി, അതാരോ ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും ഈ ജാതകക്കാരൻ അല്ലെങ്കിൽ ജാതകക്കാരി കൊണ്ട് വല്ല നേട്ടം ഉണ്ടാവുമോ? വല്ല ഗുണമുള്ളവനാണോ? അംഗഭംഗം, മാനഹാനി തുടങ്ങിയ സംഭവങ്ങളാണോ ഉണ്ടാവുക? അതാ ഇവൻ അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരുത്തനായിട്ട് മാറും അല്ലെ. അപ്പൊ സ്രോതസ്, സ്വഭാവം, ഈ വ്യക്തിയുടെ സ്വഭാവം എത്തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത്. ജന്മോദ്ദേശം അല്ലെ, ഇവൻ ജനിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരായിത്തീരും? ഗജകേസരി യോഗമാണോ ഉള്ളത്? അതോ ഈ പറഞ്ഞ പോലെ ശുക്രനാണോ ഉദിച്ചു നിൽക്കുന്നത്? അതോ കണ്ടക ശനിയാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജന്മനക്ഷത്രം, ജനിച്ച തീയതി, ജന്മരാശി, ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് കിട്ടും? ഈ ജാതകത്തിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ രാഷ്ട്രീയ ജാതകം എന്നാണ് KM മുൻഷി എന്തിനെ പറ്റി പറഞ്ഞത്? ആമുഖത്തെ പറ്റി പറഞ്ഞത്. അപ്പൊ ആമുഖത്തിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അല്ലെ. ആമുഖത്തിനകത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആമുഖത്തിനകത്ത് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? സോഴ്സ് ഓഫ് അതോറിറ്റി ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് എന്താണെന്നാണ് ആമുഖം പറഞ്ഞിരിക്കുന്നത്. ആമുഖം പറഞ്ഞിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ്, ഇത്തരത്തിലൊരു ഭരണഘടന ഇന്ത്യക്കുണ്ട്. ഈ ഭരണഘടന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവസാനിക്കുന്നത് എന്താണ്? In our Constituent Assembly hereby adopt, enact and give to ourselves. ഞങ്ങൾക്ക് തന്നെ തരുന്ന ഒരു ഭരണഘടനയാണ് എന്നാണ് പറയുന്നത്. സോ അധികാര സ്രോതസ്സിനെ പറ്റി ഈ പറയുന്ന പ്രിയാമ്പിൾ പറയുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, സ്വഭാവം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ജാതകക്കാരന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. എന്താണ് പറയുന്നത്? ഈ ജാതകക്കാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതൊരു സോവറിൻ ആയിട്ടുള്ള, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, സെക്യുലർ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഇതോടെ എഴുതിയിട്ടുണ്ട്. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്കൻ ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇവന്റെ ജന്മോദ്ദേശം? ഇവന്റെ ജന്മോദ്ദേശം എന്ന് പറഞ്ഞാൽ
ഈ പറയുന്ന ജാതകക്കാരൻ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ജാതകമാണല്ലോ ഈ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ജാതകക്കാരന്റെ അകത്ത്, അല്ലെങ്കിൽ ആ പറയുന്ന രാജ്യത്തിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഉറപ്പുവരുത്തും? നീതി, ജസ്റ്റിസ്, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി, തുല്യത, ഫ്രറ്റേണിറ്റി, സൗഹാർദ്ദം തുടങ്ങിയവ ഉറപ്പുവരുത്തും. അത്തരത്തിലുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന ഭരണഘടനയുടെ ജന്മോദ്ദേശം എന്ന് പറയുന്നത്. ഇനി അതിനകത്തൊരു തീയതി കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്നാണ് ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് സ്റ്റിപ്പുലേറ്റ്സ് November 26, 1949 ആസ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. 1949 നവംബർ 26 ഈ ഭരണഘടനയെ ഞങ്ങളുടെ ഭരണഘടനയായിട്ട് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളൊരു ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന ആമുഖത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇന്ത്യക്കാർ ആഘോഷിക്കുന്ന ദിവസമാണ് November 26, 1949. ഓക്കെ ആണല്ലോ. അപ്പൊ ആമുഖം എന്ന് പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് കിട്ടി. ആമുഖം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിച്ചത് ആരാണ്? കെ മുൻഷിയാണ്. ആമുഖം എന്ന് പറയുന്നതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിച്ചത് ആരാണ്? പൽക്കിവാലയാണ് കേശവാനന്ദ ഭാരതി കേസ് വാദിച്ചത്. കെ മുൻഷിയായിരുന്നു നമ്മുടെ മുൻപത്തെ ഏതാനും വർഷങ്ങൾ മുന്നേ ഉള്ള നമ്മുടെ കാർഷിക മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഉത്തർപ്രദേശിന്റെ ഗവർണർ ആയിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്. ഇതൊക്കെ സ്റ്റാറ്റിക് ജിക്കൽ ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ സൈഡ് നോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ഇനി ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ എടുത്തു വെച്ച് ആ വാക്കുകളുടെ നിർവചനം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പഠിക്കുന്നതിന് പിന്നെ കാരണം എന്താ? ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. താഴെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കുമായിട്ട് ചേർന്ന് നിൽക്കാത്തത് ഏത് സെന്റൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള, ഈ ആമുഖത്തിനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം, നിർവചനം നമുക്കൊന്ന് നോക്കിപ്പോണം. ഓക്കെ. അപ്പൊ അടുത്തത് കീ വേർഡ്സ് ഇൻ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്? അധികാര സ്രോതസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയ ഭരണഘടന, അങ്ങനെയാണ് ആമുഖത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയ ഭരണഘടന എന്നുള്ളതാണ് ആമുഖത്തിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? സോവറിൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും സോവറിൻ എന്ന് പറയുന്ന പദം. സോവറിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പരമാധികാരം എന്ന് പറഞ്ഞാൽ the word sovereign implies that India is neither dependent nor dominated by any other country. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബ്രിട്ടനോ ഇല്ല, ഞങ്ങൾ വേറെ ആരെയും അടക്കി ഭരിക്കാൻ ഇപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചിട്ടും ഇല്ല. സോ neither dependent nor dominant. ഞങ്ങൾ അടിമയും ഉടമയുമല്ലാത്ത ഒരു രാജ്യമായി, ഒരു പരമാധികാര രാജ്യമായി നിലകൊള്ളും എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് എന്താണ്? സോഷ്യലിസ്റ്റ് അല്ലെ? സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. സോഷ്യലിസം എന്ന് പറഞ്ഞ വാക്കിന് നമുക്കറിയാം സ്ഥിതി സമത്വവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ USSR അഥവാ സോവിയറ്റ് യൂണിയൻ മോഡലിലുള്ള ഒരു സോഷ്യലിസം അല്ല. നമ്മുടെ നാട്ടിൽ എന്ത് നടക്കും? നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഓണർഷിപ്പും പബ്ലിക് ഓണർഷിപ്പും ഒരുപോലെ ഉണ്ടായിരിക്കും അല്ലെ? സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട്. പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മുൻകൈകളും എടുക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് അല്ലെ? സ്വകാര്യ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളുണ്ട്, സ്വകാര്യ ആശുപത്രികളുണ്ട്. സർക്കാർ ഇൻഡസ്ട്രീസ് ഉണ്ട്, സ്വകാര്യ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ഇവിടെ പബ്ലിക്കിനും പ്രൈവറ്റിനും ഒരുപോലെ സ്വത്ത് സമ്പാദിക്കാനും അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ അതിൽ സ്ഥിതി സമത്വം കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത്, ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കകത്ത് സ്ഥിതി സമത്വം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഇവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ്? മതേതരത്വമാണ് അല്ലെ? മതേതരത്വം എന്നും നമുക്ക് വിളിക്കാം, മതനിരപേക്ഷത എന്നും നമുക്ക് വിളിക്കാം. കുറച്ചുകൂടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആപ്റ്റ് ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. എന്താണ് മതേതരത്വം, മതനിരപേക്ഷതയും? മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിന് ഏതരമായ എന്തെങ്കിലും എന്നാണ് അർത്ഥം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? വെസ്റ്റിലൊക്കെ മതത്തിന് ഏതരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അല്ലെ? മതം എന്ന് പറയുന്നതിന് സ്റ്റേറ്റിന്റെ കാര്യങ്ങളായിട്ട് എന്തില്ല, വലിയ ബന്ധമൊന്നും എവിടെ ഇല്ല. വെസ്റ്റില്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ യൂറോപ്പില് അതുപോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊന്നും ഈ പറയുന്ന മതവും രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന പരിപാടി ഇല്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെ? അതുകൊണ്ട് ഇന്ത്യയിലുള്ളത് പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്നാണ് പറയുന്നത്. ഇന്ത്യയിലുള്ളത് പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്നാണ് പറയുന്നത്.
The word secular emphasizes the principle of religious neutrality and the separation of religion from the affairs of the state. ശരിക്കും അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ embodies the positive concept of secularism, which means all religions in our country, irrespective of their strength, have the same status and support from the state. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ അത് ന്യൂനപക്ഷമായിക്കോട്ടെ ഭൂരിപക്ഷമായിക്കോട്ടെ എന്ത് ചെയ്യണം, സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്ക് എന്താണ്? ഡെമോക്രാറ്റിക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെ, ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഗവൺമെന്റ് ദാറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുന്ന സർക്കാർ ആണ് നാട് ഭരിക്കുക. ഉത്തരവാദിത്ത ഭരണം എന്ന് നമ്മൾ പറയും, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് നമ്മൾ പറയും അല്ലെ. നമ്മളെ ഭരിക്കുന്ന സർക്കാർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസറബിൾ ആയിരിക്കണം. നമ്മൾ തെരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി ഭരണം നടത്തുന്ന ആളുകൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസറബിൾ ആയിരിക്കണം. സോ അതാണ് ജനാധിപത്യം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഭരിക്കുന്നത് അല്ലെ. സോ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ആശയം. അടുത്ത വാക്ക് എന്താണ്? റിപ്പബ്ലിക്. ജനാധിപത്യ പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ പരമാധികാര രാഷ്ട്രമാണ്. കാരണം ഇന്ത്യയുടെ തലവനെ, ഈ രാഷ്ട്ര തലവനെ നമ്മൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. അല്ലാതെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മൾ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന പോലെ രാജ്ഞിനെയോ രാജാവിനെയോ അല്ല എന്ത് ചെയ്യുന്നത്, രാഷ്ട്ര തലവനായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ്. ആ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയിരിക്കാം. ഇന്ത്യയുടെ കേസിൽ ഇൻഡയറക്റ്റ് ആണ് അല്ലെ. പ്രസിഡന്റിനെ നമ്മൾ വോട്ട് ചെയ്തല്ല ജയിപ്പിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഹെഡിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ ഇന്ത്യ ഈ പറഞ്ഞ പോലെ സോവറിൻ ആണ് അല്ലെ, പരമാധികാര രാഷ്ട്രമാണ്, സോഷ്യലിസ്റ്റ് ആണ്, സ്ഥിതി സമത്വവാദത്തിന് അംഗീകരിക്കുന്ന രാഷ്ട്രമാണ്, പിന്നെന്താണ്, സെക്യുലർ ആണ്, മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത മുന്നോട്ട് വെക്കുന്ന രാജ്യമാണ്, പിന്നെന്താണ്, ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യമാണ്, പിന്നെന്താണ്, റിപ്പബ്ലിക് ആണ്, ജനാധിപത്യ പരമാധികാര രാഷ്ട്രമാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് എവിടെ പറയുന്നുണ്ട്? ആമുഖത്തിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഇന്ത്യയിൽ ഭരണഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ആമുഖത്തിനകത്ത് പറയുന്ന മറ്റു വാക്കുകളാണ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിന്റെ തർജ്ജമ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നീതി. പക്ഷെ എന്ത് നീതി? അതും വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നീതിയല്ല. എന്ത് നീതിയാണ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, ഈ 3 കാര്യങ്ങളിലും ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുമെന്ന് ആമുഖം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ലിബർട്ടി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. എന്തിനുള്ള സ്വാതന്ത്ര്യം? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിബർട്ടി ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. എക്സ്പ്രഷൻ, എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ബിലീഫ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്ത് ബിലീഫിന്? അതുപോലെ തന്നെ ഫെയ്ത്ത്, വേർഷിപ്പ്, ആരാധിക്കാനും അവനവന് ഇഷ്ടപ്പെട്ട മതത്തെ സ്വീകരിക്കാനും അതിന്റെ ആരാധനാമൂർത്തികളെ വർഷിപ്പ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതാണ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. And liberty means the absence of restraints on the activities of individuals along with providing opportunities for individual growth and development. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്ത് ചെയ്യുന്നു? ലിബർട്ടി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ആണ്. അല്ലെങ്കിൽ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് അവന്റെ സ്വഭാവം, അവന്റെ വ്യക്തിത്വം അത് വികസിക്കുന്നതിനും അതിന്റെ വികാസത്തിനും വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത വാക്ക് എന്താണ്? ഇക്വാലിറ്റി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുല്യത. തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രിവിലേജുകൾ ഒന്നുമില്ല, ആർക്കും പ്രത്യേകിച്ച് മുൻഗണനകൾ ഒന്നുമില്ല, എല്ലാവരെയും സമന്മാരായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഇന്ത്യൻ ഭരണഘടന അത്തരത്തിലൊരു ഭരണഘടനയാണെന്നാണ് പറയുന്നത്. എല്ലാവരെയും തുല്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും സംശയം വരാൻ സാധ്യതയുള്ളതാണ്, ഈ സംവരണം എന്ന് പറയുമ്പോൾ അവിടെ തുല്യത ഇല്ലല്ലോ സാറേ എന്നുള്ളത് അല്ലെ. അത് പോകെ നമുക്ക് സംവരണത്തിന്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മൗലിക അവകാശങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നിലവിലെ സാഹചര്യത്തിൽ ആമുഖം പറഞ്ഞു വെക്കുന്നത് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവരും എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും എന്താണ്, സമന്മാരാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അവസാനത്തെ വാക്ക് എന്താണ് പറയുന്നത്? ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു സാഹോദരിത്വം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. യൂണിറ്റിയും ഫ്രറ്റേണിറ്റിയുമാണ് മറ്റു 2 വാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഭരണഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ആമുഖത്തിനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, ആ വാക്കുകളുടെ അർത്ഥം, നിർവചനം. ഇത് എന്തിനാ ഞാൻ പഠിപ്പിച്ചു തന്നെ? ചോദ്യം നേരത്തെ കണ്ടതാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം താഴെ തന്നിരിക്കുന്നതിൽ ഏതല്ല. അപ്പൊ അടുത്ത വട്ടം ചിലപ്പോൾ ജസ്റ്റിസ് എന്തായിരിക്കും എന്ന് ചോദിക്കും. ഇന്ത്യൻ പ്രിയാമ്പിളിനകത്ത് പറയുന്ന നീതികൾ ഏതൊക്കെ? സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, വേറെ ഏതെങ്കിലും തെറ്റിക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ തരും അല്ലെ. ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലിബർട്ടിയാണ് തരുന്നത്? ലിബർട്ടി ഓഫ് തോട്ട് ഉണ്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത് ഉണ്ട് അല്ലെ, വേർഷിപ്പ് ഉണ്ട്, ബിലീഫ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാം.
ഇനി ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസര സമത്വം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ആ വേർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അർത്ഥങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ചോദിക്കുന്നതാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇനിയും ചോദിക്കാം. കാരണം പ്രിയാമ്പിളിനകത്ത് നിന്ന് ചോദിക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഒരു ചോദ്യം ചോദിക്കാം, ആ ഒരു ചോദ്യം തെറ്റിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ വൃത്തിയായിട്ട് ഇത് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്തത് ഈ ആമുഖം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ചില ഇഷ്യൂസ് ഉണ്ട്, ചില കേസുകൾ നടന്നിട്ടുണ്ട്. കേസും ചോദിച്ചിട്ടുണ്ട്. കേശവാനന്ദ ഭാരതി കേസിനെ പറ്റിയിട്ട് നേരത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. അപ്പോൾ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജഡ്ജ്മെന്റുകൾ നമുക്ക് നോക്കാം, വിധി പകർപ്പുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈസ് ദ പ്രിയാമ്പിൾ എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണോ ആമുഖം എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണോ ഈ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്? സുപ്രീം കോടതിയിൽ ഈ ചോദ്യങ്ങൾ ഒരുപാട് വട്ടം പല കേസുകളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചോദ്യം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ കേസാണ് ബേരുബാരി യൂണിയൻ കേസ്. ബേരുബാരി യൂണിയൻ കേസ്. കേസിന്റെ സാഹചര്യങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ആ കേസിലെ വിധി പകർപ്പിൽ സുപ്രീം കോടതി ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മതി. എന്താ പറയുന്നത്? പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് 1960 ബേരുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി വിധിച്ചത്. ഒന്നാമത്തെ പോയിന്റ്. ഇനി 13 വർഷങ്ങൾക്കിപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ കാസർഗോഡുകാരനായിട്ടുള്ള കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന സന്യാസി അല്ലെങ്കിൽ മഠത്തിന്റെ ഉടമ കേരളത്തിലെ സർക്കാരിനെതിരെ കേസ് കൊടുത്തു. എന്തിനാണ്? ഭൂപരിഷ്കരണ നിയമപ്രകാരം ആ മഠത്തിന്റെ സ്വത്ത് സർക്കാർ എന്ത് ചെയ്യുന്നു, കണ്ടുകെട്ടാൻ നോക്കിയപ്പം നേരത്തെ പറഞ്ഞ എന്നെ പൽക്കിവാല എന്ത് ചെയ്യുന്നു, സ്വാമിയുടെ അടുത്ത് പറയുന്നു കേസ് കൊടുക്കണം സ്വാമി, കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറഞ്ഞ പോലെ കേസ് കൊടുക്കണം സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു കേസാണ്. കാരണം അതിന്റെ വിധി പകർപ്പ് എന്ന് പറയുന്നത് 13 അംഗ ബെഞ്ചാണ് ആ കേസിന് വിധി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വിധി പ്രസ്താവന, അല്ലെങ്കിൽ അത്രയും വലിയ ഒരു വിധി പ്രസ്താവന അതിനകത്തുണ്ട്. ആ കേസിൽ ബേരുബാരി യൂണിയൻ കേസിൽ പറഞ്ഞ വിധിയെ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഖണ്ഡിച്ചുകൊണ്ട് യൂടേൺ എടുത്തു, തിരിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞ? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആര്? ആമുഖം. ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കേശവാനന്ദ ഭാരതി കേസ് പറഞ്ഞു. പിന്നെയും വർഷങ്ങളിൽ അനവധി പോയി. 22 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു LIC കേസ് വന്നു സുപ്രീം കോടതിയിൽ. ആ കേസിൽ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ അതേ കാര്യത്തെ ഒന്നുകൂടെ ഊന്നി പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു. ഏത് കേസിൽ? LIC ഓഫ് ഇന്ത്യ കേസിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇസ് ദ പ്രിയാമ്പിൾ എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണോ? ഉത്തരം എന്താണ്? യെസ്, അതെ, ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. ഏത് കേസിനകത്താണ് പറഞ്ഞത്? LIC കേസിൽ. ഏറ്റവും ആദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് പറഞ്ഞത് ഏത് കേസിലാണെന്ന് ചോദിക്കും. ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ഒന്നാമത്തെ ഇഷ്യൂ, നമുക്ക് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, അതിൽ ഒന്നാമത്തെ ഇഷ്യൂ ഇതാണ്. ആ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത ഒരു കേസാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്നുണ്ടെങ്കിൽ ആമുഖത്തെ ഭേദഗതി വരുത്താമോ? ക്ലാസ് തുടങ്ങിയപ്പോഴേ നമ്മളൊരു ഭേദഗതിനെ പറ്റി പറഞ്ഞു തന്നിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. സോ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്? യെസ്. ഈ യെസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി വരുത്താമെന്ന് പറഞ്ഞത് ഏത് കേസിൽ തന്നെയാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിലാണ്. ആ കേസിന്റെ വിധി സ്റ്റാറ്റിക് പോർഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. 24 ഏപ്രിൽ 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി പറയുന്നത്. ആ വിധിക്കകത്ത് പറഞ്ഞു, പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാൻസ് ക്യാൻ ബി അമെൻഡഡ്. ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതിനകത്താണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് നോ അമെൻമെന്റ് ഇസ് ഡൺ ടു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ആ കേസിനകത്താണ് ആദ്യമായിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത്. ഇത് പിന്നീട് വലിയൊരു ചിന്താധാരയായിട്ട് തന്നെ മാറുന്നുണ്ട്, വലിയൊരു തത്വമായിട്ട് മാറുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അടിസ്ഥാന ഘടന സിദ്ധാന്തം എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ വരുന്നതും ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്താണെന്നും അതിന്റെ പിന്നിൽ വന്ന സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലെ ഏപ്രിൽ 24, 1973 എന്ത് പറഞ്ഞു? ഭരണഘടന എന്ന് പറയുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അതിനെ ഭേദഗതി വരുത്താം എന്നും പറഞ്ഞു.
അപ്പോൾ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ? വരുത്തി. 73 വന്ന ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി തന്നെ 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 വാക്കുകൾ ആഡ് ചെയ്തത്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. യൂണിറ്റി ഓഫ് നേഷൻ എന്നുള്ളത് മാറ്റി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞ 2 ഭരണഘടനാ ഭേദഗതികളും കൊണ്ടുവന്നത് 42nd അമെന്റ്മെന്റിലൂടെയാണ് വർഷം 1976. ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് 1976 കൊണ്ടുവരാൻ പറ്റിയതിന്റെ പിന്നിലെ കാരണം കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗമാണ്, അതിനെന്ത് ചെയ്യാം? ഭേദഗതി വരുത്താമെന്ന്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും നോക്കിക്കണ്ടത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്. 2, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഡിസംബർ 13, 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ അസംബ്ലിക്ക് മുൻപാകെ വെച്ച പ്രമേയത്തിന്റെ കൺസെപ്റ്റിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉണ്ടാക്കിയത്. 2ാമത്തെ പോയിന്റ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് ദൈവം, അതുപോലെ തന്നെ ഗാന്ധി തുടങ്ങിയ വാക്കുകൾ കൊണ്ടുവരണമെന്ന് അത് ഡിബേറ്റിനിട്ട ദിവസം ഒക്ടോബർ 17, 1949 അത് ഡിബേറ്റിന് വെച്ച ദിവസം തർക്കങ്ങൾ നടന്നുവെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത്. ഓക്കെ. ഇനി പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? N.A. പൽക്കിവാല. ഇതേ പൽക്കിവാലയാണ് ഇപ്പൊ പഠിച്ച കേശവാനന്ദ ഭാരതി കേസിന്റെയും വിധിയിൽ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. K. മുൻഷി എന്താണ് പറഞ്ഞത്? ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണെന്ന്. ആ രാഷ്ട്രീയ ജാതകത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോയി? ഒരു ജാതകം എന്തൊക്കെ നമുക്ക് തരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ജന്മോദ്ദേശം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ത് പറഞ്ഞു? ഈ രാജ്യത്തുള്ള ആളുകൾക്ക് നീതി, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ജന്മോദ്ദേശം. അത് മനസ്സിലാക്കി. ജന്മനക്ഷത്രം നവംബർ 26, 1949 ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തതെന്നുള്ളത് ആമുഖത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജന്മനക്ഷത്രം കിട്ടി അല്ലെ? സ്വഭാവം, എന്തൊക്കെയാണ് സ്വഭാവം? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് തുടങ്ങിയ സ്വഭാവ സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കി. അടുത്തെന്താണ്? അധികാര സ്രോതസ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ് ഇത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി അല്ലെ? പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ വാക്കുകൾ എടുത്ത് വെച്ച് നമ്മൾ പഠിച്ചു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വവാദമാണ്. പക്ഷേ USSRന്റെ സോഷ്യലിസം അല്ല ഇന്ത്യൻ സോഷ്യലിസം. ഇന്ത്യൻ സോഷ്യലിസത്തില് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്തുണ്ട്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം പ്രൈവറ്റ് പ്ലേയേഴ്സിന്, സ്വകാര്യ സ്വത്ത് സമ്പാദ്യത്തിനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ് അല്ലെങ്കിൽ മതനിരപേക്ഷതയാണ്. അത് പോസിറ്റീവ് സെക്യുലറിസമാണ്, വെസ്റ്റിലെ പോലെ അല്ല നമ്മൾ മനസ്സിലാക്കി. ഡെമോക്രസിയുടെ അർത്ഥം നമ്മൾ പഠിച്ചു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, 3 നീതികളാണ് ഉറപ്പുവരുത്തുന്നത്. ലിബർട്ടി എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്നും ഈക്വാലിറ്റി എന്താണെന്നും ഫ്രറ്റേണിറ്റി എന്താണെന്നും നമ്മൾ പഠിച്ചു അല്ലെ? പിന്നീട് 2 മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ നോക്കി. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് 3 കേസുകൾ നമ്മൾ പഠിച്ചു. ബേരിവാലി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനയുടെ ഭാഗമല്ല. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനയുടെ ഭാഗമാണ്. അതിനുശേഷം LIC കേസിലെ സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, ഭരണഘടനയുടെ ഭാഗമാണെങ്കിൽ ഇത് ഭേദഗതി വരുത്താൻ പറ്റുമോ? ഭേദഗതി വരുത്താൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസിൽ ഭേദഗതി വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞത് 73 ഏപ്രിൽ 24 ആ വിധി വന്നത്. അതിന്റെ ഭാഗമായിട്ട് 76 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് പറഞ്ഞു? സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്തു. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, യൂണിറ്റിയുടെ കൂടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് കൂടെ കൂട്ടിച്ചേർത്തു. ചുരുക്കി പറഞ്ഞാൽ 3 വാക്കുകൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി. ഈ 3 വാക്കുകൾ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 ഈ പറയുന്ന ആമുഖത്തിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇത്രയാണ് ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. An introductory statement in a constitution that states the reasons and guiding values of constitution is called. എന്താണ് അതിന്റെ ഉത്തരം? പ്രിയാമ്പിൾ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ ജാതകം എന്നും തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടല്ലേ. അടുത്തത്, കേശവാനന്ദ ഭാരതി കേസ് ഇൻ 1973 stemmed the question that the preamble can be, ആമുഖത്തെ എന്ത് ചെയ്യാൻ പറ്റും? Can be amended അല്ലെ? ഭേദഗതി വരുത്താനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എവിടെ തന്നെയാണ്? പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ്. അടുത്തത്,
വെൻ വർ ദ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? സോഷ്യലിസം ആൻഡ് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് ആണ്, 42ാം ഭേദഗതി 976. പക്ഷേ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണോ ആഡ് ചെയ്തത്? അല്ല. ഏത് വാക്കാണ്? ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക്, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ യൂണിറ്റി ഓൾറെഡി ഉണ്ടായിരുന്നു, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കാണ് ആഡ് ചെയ്യപ്പെട്ടത്. പക്ഷേ ആൻസർ വരുന്നത് ഡി ആണ്. ആ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ലാസ്റ്റ് പറയാമെന്നുള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റൈറ്റ് ഓഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഡ്യൂ ടു ഇന്ത്യസ് അക്സെപ്റ്റൻസ് ഓഫ് സെക്യുലറിസം? മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യ എടുക്കുന്നതിലൂടെ ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന അവകാശം താഴെ തന്നിരിക്കുന്നതിൽ ഏത്? മതേതരത്വം എന്ന് പറഞ്ഞ വാക്കാണ് എടുത്തിരിക്കുന്നത്. ആർക്ക് ലഭിക്കുന്ന അവകാശത്തെ പറ്റി ചോദിക്കുന്നത്? ഇന്ത്യൻ പൗരന്. റൈറ്റ് ടു ഫോളോ ദ റിലീജിയൻ ആസ് പെർ ദ വിൽ ഓർ ഡിസൈഡ്, അല്ലേ? സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ്. എക്സ്പ്രസ് ദംസെൽസ്, അല്ലേ? മതേതരം കിട്ടിയതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം മതേതരത്വം തമ്മിൽ വല്ല ബന്ധം വരുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ഭാഷ, അത് മതേതരത്വം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. പാർലമെന്ററി ഡിസ്കഷനായിട്ട് പങ്കെടുക്കുന്നതും മതേതരത്വം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ടേം സോഷ്യലിസം ഡിറൈവ്സ് ഇറ്റ്സ് ഇൻസ്പിറേഷൻ ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്? സോഷ്യലിസം എന്ന് പറഞ്ഞ വാക്ക് കടമെടുത്തിരിക്കുന്ന റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷന്റെ അല്ലെങ്കിൽ റഷ്യൻ USSRന്റെ സോഷ്യലിസം അല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ തോട്ട് ഓഫ് മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിഫ്ലക്റ്റഡ്? ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഏതാണ്? പ്രിയാമ്പിൾ. ഇനി ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫോളോയിങ്. ഇന്ത്യ ഇസ് എ തിയോക്രാറ്റിക് കൺട്രി ആണോ? അല്ല. ഇന്ത്യ ഇസ് എ സെക്യുലർ കൺട്രി. ഇന്ത്യ ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വ രാജ്യമാണ്. There is a definite state religion in India ഉണ്ടോ? ഇല്ല. Justice is given only to Indians living in the country, അങ്ങനെയാണോ? അല്ല. ഇനി which of the following does not indicate the meaning of the word republic mentioned in the preamble? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു? ജനാധിപത്യ പരമാധികാര രാഷ്ട്രം എന്നുള്ളതാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അല്ലെ? അപ്പോൾ the head of the state is elected directly or indirectly for a certain period. അത് ശരിയാണല്ലോ, അല്ലേ? നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കുന്ന ആളുകൾ. 5 വർഷത്തേക്കാണ് നമ്മൾ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്, ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ. അപ്പോൾ അത് ശരിയാണ്. പൊളിറ്റിക്കൽ സോവറിനിറ്റി ലൈസ് ഇൻ ദ പീപ്പിൾ ആൻഡ് നോട്ട് ഇൻ പേഴ്സൺ, ശരിയല്ലേ? ആമോദിനകത്ത് പറഞ്ഞിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭരണഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. ഓൾ ദ ഗവൺമെന്റ് ഓഫീസസ് ആർ ഓപ്പൺ ടു എവറി സിറ്റിസൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഈവൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ്, ശരിയല്ലേ? അതെ. എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാ പൗരന്മാർക്കും തുറന്നു കൊടുക്കുന്നു, എന്തില്ലാതെ? യാതൊരു വിധത്തിലുള്ള വിവേചനവും കൂടാതെ. അപ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈ പറയുന്ന റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയത്തിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അറ്റ് ദ ഹയസ്റ്റ് പോസ്റ്റ് ഓഫ് ദ കൺട്രി വെർ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എ ഹെറിഡിറ്ററി കിങ്. നമ്മുടെ നാട്ടിൽ രാജവാഴ്ചയാണോ ഉള്ളത്? അല്ല. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിന്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തു. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ. ഈ പ്രിയാമ്പിളിന് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഒരു പരീക്ഷ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, പ്രത്യേകിച്ച് SSCയോ PSCയോ RRBയോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് വരിക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.